യുവാക്കളുടെ രോഷാഗ്നിയിൽ ദില്ലി ജ്വലിച്ചു. ദില്ലിയിൽ സ്ത്രീകളുടെ സുരക്ഷ കൂട്ടാൻ പുതിയ നടപടികൾ. പെൺമക്കളെയും കുട്ടി മാതാപിതാക്കളെത്തി ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് ഇവരെ പുറത്തുവിടും എന്ന് ചോദിക്കുന്നു. ഗുണനിലവാരമില്ലാത്ത ബാറുകൾ തുറക്കാൻ അനുവദിക്കാത്തതാണ് വിൽപ്പന കൂടാൻ കാരണം. They're on the rooftops giving how many front pages, how many programs, how much outrage, how many people stood out there when the servants. ശ്രീമതി സോണിയ ഗാന്ധി ആ കുട്ടിയെ പോയി കണ്ടു, ആ കുട്ടിയുടെ കുടുംബവുമായി समझ सकें, उसकी उम्मीदों और खौफ को जी सके जो हम एंकरों की जमात रोज पैदा करती है. आप इस चीख को पहचानिए, इस चिल्लाहट को समझिए, इसलिए मैं आपको अंधेरे में ले जा रहा हूं. ജയകൃഷ്ണൻ 29 വയസ്സ് പ്രായം. സെഷൻസ് കേസ് 21/2014 പ്രതിയായ നിങ്ങളെ മരിക്കുന്നതുവരെ തൂക്കാൻ വേണ്ടി മേപ്പടി സെഷൻസ് കോടതി 8/10/2014 വിധി പ്രസ്താവിക്കുകയുണ്ടായി. അതിനാൽ സെഷൻസ് കോടതി നിങ്ങൾക്ക് മരണ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മേപ്പടി വാറണ്ട് പ്രകാരം ഡിസംബർ മാസം 22-ാം തീയതി രാവിലെ 6:45 മണിക്ക് ഒന്നാം പ്രതി ജയകൃഷ്ണനെ മരണം വരെ തൂക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ചൂടാക്കണോടാ? വേണ്ട. ഇന്ന് കോളേജില്ലോടി? ശനിയാഴ്ച ആരെങ്കിലും കോളേജിൽ പോവോ? ഓ അമ്മേ, ഞാൻ ഇറങ്ങി. ആ
നമസ്കാരം. എന്റെ ജയ, നിനക്ക് വല്ല പഞ്ചായത്ത് ഇലക്ഷൻ നിന്നൂടെ? ഇത്രയും അനുയായികളൊന്നും ഒരു നേതാവിനും കാണില്ല. ആ അവിടെ സോഡ ഒഴിച്ചില്ല. ഇതാ എത്ര കാലം ഇങ്ങനെ ഒഴിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സർക്കാർ ഈ ബാറ് പൂട്ടിക്കെട്ടാൻ പോവാ. ഒട്ടും എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ. എന്റെ ശവത്തി ചവിട്ടി എന്ന് വേണം സർക്കാർ ഇത് കൂട്ടിക്കെട്ടാൻ. ലേഡി കൺട്രി ഗവൺമെന്റ്. ഈ നാട്ടിലെ കുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരും പണിയെടുക്കണമെങ്കിൽ 2 എണ്ണം അടിക്കണം. ചേട്ടാ കഴിച്ചു മാറി. വന്നല്ലോ വനമാലകൾ. ആ നിന്റെ പതിവ് ടീം സത്യല്ലോ. 6 MC ആടാ വിനോദേ. എത്ര? 6 ഒക്കെ അടിക്കാറ്. അതെ കാശ് വാങ്ങിച്ചു. അതെ മറ്റേത് സത്യമായിരിക്കും. പിന്നല്ലാതെ സർക്കാർ ഇത്തവണ പൂട്ടിയത് തന്നെ. പിന്നെ നമ്മുടെ മുതലാളി ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. വേറെ പണി നോക്കേണ്ടി വരും. 6 അല്ലേ? അവിടെ ഒരു 30. 6 പിടി. ആ ഇവിടെ ഒന്നല്ലേ? ഇവിടെ കൊടുത്തോ. ഉമ്മാരുടെയൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് നീ കൊടുത്താൽ മതിയേ. കൊച്ചു പിള്ളേരാണ്, പണിയാവേ. യുവമാർക്കൊക്കെ ഇത് കൊടുക്കുന്നേ നല്ലത്. അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ച് ചാവും. സംസ്ഥാനത്ത് ബാറുകൾ പ്രവർത്തിക്കാതായതോടെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ഗുണനിലവാരമില്ലാത്ത 418 ബാർ ഹോട്ടലുകൾക്കാണ് സർക്കാർ പ്രവർത്തനാനുമതി നിഷേധിച്ചത്. ഇതാണല്ലോ സാധനം. കാക്കി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. 3 വയറ് കഴിയേണ്ട ചേട്ടാ. അഷ്റഫിക്ക് ദുബായി പോയപ്പോൾ വണ്ടി ഞാൻ ചോദിച്ചു വാങ്ങിച്ചു. അയാളായതുകൊണ്ട് തന്നു. അതേതായാലും നന്നായി. ഹൈനസ് ബാറുകാർ നല്ല കമ്മീഷൻ തരുന്നുണ്ട്. ഞാൻ ദിവസം ഒരു 10 ട്രിപ്പ് അടിക്കുന്നുണ്ട്. ബാറ് പൂട്ടിന്ന് കരുത് നമ്മുടെ അണ്ണന്മാർ കൂടി നിർത്തുവോ? കണ്ടില്ലേ ഇരിക്കുന്നത്? പെരുന്നാളിന് പോകാൻ പോകുന്നല്ലേ. അപ്പൊ ശരി ശരി, ഞാൻ ചെല്ലാം. കാണാം. സ്ഥിരം ടീമുകൾ വരാതെ വണ്ടി എടുക്കാൻ പറ്റില്ലെന്നേ. ആ തോമസേ വണ്ടി എടുത്തോ. കുഴപ്പമില്ലടി, ഞാൻ പൊയ്ക്കോളാം. ബൈ. ബസ് മിസ്സായ എന്തു പറ്റി? കോളേജ് ഡേ പ്രോഗ്രാംസ്. സമയം പോയത് അറിഞ്ഞില്ല. അതെ എണ്ണ കുറവാ. പമ്പിലൊന്ന് കയറിയിട്ട് പോയാ പോരെ? അയ്യോ വേണ്ട, എന്നെ വിട്ടിട്ട് കയറിക്കോ. ഇപ്പൊ തന്നെ സമയം ഒരുപാട് ലേറ്റായി. ശരി. മതി മതി, ഇവിടെ നിർത്തിയാ മതി. ഇവിടെ ഇതുവഴി പോയാ വീടിന്റെ പിൻഭാഗത്തെത്തും. മുൻപിൽ അച്ഛൻ കാണും. താമസിച്ചതിന് വഴക്ക് പറയും. ഓ എത്രയായി? ഇപ്പൊ വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. എന്തായാലും വഴിയിലൊക്കെ ഇറക്കി വിട്ടതല്ലേ. അല്ല അത് ഞാൻ വാങ്ങിച്ചോളാന്ന്.
ബലാത്സംഗ കുറ്റത്തിന് ശിക്ഷ കൂട്ടും. നിയമ ഭേദഗതി ഉടൻ. ജുഡീഷ്യൽ അന്വേഷണം നടത്തും. പോലീസുകാർക്കെതിരെ നടപടി. ഈ ലോകം മുഴുവൻ നിന്നെ പിച്ചു ചിന്താൻ കാത്തിരിക്കുക. ഞാനൊരുത്തം പറഞ്ഞാൽ മാത്രം അമ്മയുടെയും പെങ്ങളുടെയും കാര്യം ആലോചിക്കുമ്പോഴാ വീട്ടിന്റെ പുറത്തിറങ്ങാൻ കൂടി നാട്ടുകാരവരെ സമ്മതിക്കുന്നില്ല. ആ കുട്ടി കോളേജിലും പോകുന്നില്ല. ജയകൃഷ്ണ, അന്ന് കോടതിയിൽ നിന്ന് വിധി കേട്ട് പോയതാ. മരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞാ എല്ലാവരും അറിഞ്ഞത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി ഏറ്റുവാങ്ങാൻ പോലും ആരും വന്നില്ല. ആരെയും നാട്ടുകാർ സമ്മതിച്ചുമില്ല. ഒരു തരത്തിൽ അമ്മയ്ക്കും പെങ്ങൾക്കും വേറെ വഴിയില്ലായിരുന്നു. നിന്നെ കൊണ്ടുപോയാ ക്രമസമാധാനം തകരുമെന്നാ മോളിൽ നിന്നുള്ള ഉത്തരവ്. സാറിന് എന്ത് തോന്നുന്നു? ചിലരങ്ങനെയാ. ഉള്ളിലുള്ള ക്രിമിനൽ വാസന ചില സാഹചര്യങ്ങളിൽ പുറത്തെടുക്കും. നമ്മുടെ ചിലരെ കണ്ടിട്ടില്ലേ? ഒരു ക്രിമിനൽ ട്രാക്ക് റെക്കോർഡും അവർക്കുണ്ടാവില്ല. അവരെ കൊണ്ടതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കും ചിലപ്പോൾ തോന്നാറില്ലേ? അപ്പീലിന് ശ്രമിച്ചൂടെ? വാശി കളയ, ജീവിതം ഒന്നേ ഉള്ളൂ. സാറ് പറഞ്ഞത് കേട്ടില്ലേ? ജീവപര്യന്തമാക്കി കിട്ടിയാല് എന്തിനാണ്? എന്റെ അമ്മ പോയില്ലേ? എന്റെ അനിയത്തി അവളെ കൊന്നു കളഞ്ഞില്ലേ? അവരെന്ത് തെറ്റിയത് സാറേ? ഇനി ഞാൻ പുറത്തിറങ്ങി ഒറ്റയ്ക്ക്. അത് വേണ്ട. ജീവിതം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ലേ സാറേ? ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. അതിന് ഇനിയും സമയമുണ്ടല്ലോ. വേണ്ട സാറേ, ഒരു നിമിഷം കൊണ്ട് ജീവിതം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. ഈ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിയതാ. ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവരും ഞാൻ കാരണം. ഇനി എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ജീവിതം പോയില്ലേ സാറേ? അതിലും ഭേദം മരണോ?
2014 പ്രതിയായ നിങ്ങളെ മരിക്കുന്നതുവരെ തൂക്കാൻ വേണ്ടി മേപ്പടി സെഷൻസ് കോടതി 8/10/2014 വിധി പ്രസ്താവിക്കുകയുണ്ടായി. അതിനാൽ സെഷൻസ് കോടതി നിങ്ങൾക്ക് മരണ വാറണ്ട് എണ്ണ തീർന്നു. അപ്പോഴേ പറഞ്ഞതാ. നിൽക്കാൻ ഭദ്ര വധക്കേസിൽ 1-ാം പ്രതി ജയകൃഷ്ണന് വധശിക്ഷ. 2-3 പ്രതികളായ രാജേഷ്, വിനോദ് എന്നിവർ പ്രായപൂർത്തിയാകാത്തതിനാൽ ജുവനൈൽ ഹോമിലേക്ക്. നാടിനെ നടുക്കിയ ഭദ്ര കൊലക്കേസിലെ 1-ാം പ്രതി ജയകൃഷ്ണന് തിരുവനന്തപുരം അതിവേഗ കോടതി വധശിക്ഷ വിധിച്ചു. പ്രതി സ്ത്രീകൾക്ക് ഭീഷണിയാണെന്ന് കോടതി വിധിന്യായത്തിൽ. മേപ്പടി വാറണ്ട് പ്രകാരം ഡിസംബർ മാസം 22-ാം തീയതി രാവിലെ 6:45 മണിക്ക് 1-ാം പ്രതി ജയകൃഷ്ണനെ മരണം വരെ തൂക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്.